മറ്റൊരു വാർത്തയിലേക്ക്. വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ പ്രതി സിറാജുദ്ദീനെ കോട്ടക്കൽ ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയാണ്. പോലീസിനൊപ്പം ഫോറൻസിക് സംഘവുമുണ്ട്. ഇവിടെ വെച്ചായിരുന്നു യുവതി പ്രസവിച്ചതും തുടർന്ന് രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചതും. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ തെളിവെടുപ്പ് പൂർത്തിയായോ? എന്തുണ്ട് വിവരങ്ങൾ അവിടെ നിന്ന്? നീലിമ, തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പ്രതിയെ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവുമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പ്രതിയെ ഈ വാടക വീട്ടിലേക്ക് എത്തിച്ച് അതിനുശേഷം ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് യുവതി പ്രസവിച്ച ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വസ്ത്രങ്ങളും അതും മറ്റും ഇതിന് സമീപത്ത് ഒരു കുഴിയെടുത്ത് അതിൽ തൂമ്പ ഉപയോഗിച്ച് കുഴിച്ച് മൂടിയിരുന്നു. ഇപ്പോൾ ആ കുഴിയെല്ലാം തുറന്ന് അതിനുള്ളിൽ നിന്നും ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രതിയുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ പറഞ്ഞു നൽകാൻ പ്രതിയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ആണ് പ്രതിയെ കോടതിയിൽ എത്തിച്ച് അതിനുശേഷം റിമാൻഡ് ചെയ്തതും പിന്നീട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ട് നൽകിയതും. ഇന്നലെയാണ് എറണാകുളം വെച്ച പ്രതിയെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതും. രാത്രി തന്നെ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് അതിനുശേഷം നരഹത്യ, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്ന് യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവരോടൊപ്പം മറ്റ് ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഏകദേശം 5 പേരാണ് അന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. അവരെ കൂടി കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യും. കാരണം ഇത് ഒരു വീട്ടിലെ പ്രസവത്തിനായി ഒരു കൂട്ടായ്മ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ എന്നാണ് സൂചന. അങ്ങനെയുള്ള ചില ആളുകൾ തന്നെയാണ് അന്ന് മൃതദേഹത്തിൻ്റെ കൂടെ പെരുമ്പാവൂരിലേക്ക് പോയിരിക്കുന്നത്. കാരണം നമ്മൾ അന്ന് തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ ഈ പ്രതിയുമായി വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. അതായത് സുധീനുമായി വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. അവരുടെ വീട്ടുകാരുമായോ മരിച്ച അസ്മയുമായോ ഒന്നും തന്നെ ആ രീതിയിലുള്ള ഒരു ഉണ്ടായിരുന്നില്ല. മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ഈ വീട്ടിലേക്ക് ആളുകൾ കൂടുതലായും എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കൂടെ പോയ ആളുകളെ അടക്കം കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യും എന്നാണ് അല്പസമയം മുൻപ് മലപ്പുറം SP നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഇവരുടെ 5ാമത്തെ പ്രസവത്തിലാണ് ഈ യുവതി മരിച്ചിരിക്കുന്നത്. മറ്റ് 2 പ്രസവങ്ങൾ ആശുപത്രിയിൽ ആയിരുന്നു. ആദ്യത്തെ 2 പ്രസവങ്ങൾ. പിന്നീടുള്ള പ്രസവങ്ങളെല്ലാം തന്നെ വീട്ടിലായിരുന്നു. പ്രതി സിറാജുദ്ദീൻ അത്തരത്തിൽ മന്ത്രവാദ ചികിത്സ അടക്കം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. വ്യാജ സിദ്ധൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയ്ക്ക് പുറത്തും ഇവർ പോകാറുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണത്തിനെല്ലാം തന്നെ ഒരു യൂട്യൂബ് ചാനലും മടവൂർ ഖാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഇയാൾ തുടങ്ങിയിട്ടുണ്ട്. അതുവഴിയാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയ വൈദ്യപരിശോധനയും മറ്റു മന്ത്രവാദ ചികിത്സയും മതപരമായ വിശ്വാസങ്ങളെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അന്ധമായ വിശ്വാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. 60,000-ൽ കൂടുതൽ ഫോളോവേഴ്സ് ഈ മടവൂർ ഖാഫില എന്ന ഈ യൂട്യൂബ് ചാനലിന് ഉണ്ട്. ഇത്തരത്തിൽ ഒരു കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു രീതിയിലുള്ള ശാസ്ത്രീയമായ ഇത്തരം സംഭവങ്ങളെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ പ്രതിയെ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ അടക്കമുണ്ട്. അവരെ എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റു ഇത്തരം വിഷയങ്ങളിലേക്കുള്ള ഒരു അന്വേഷണത്തിനും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നീക്കം നടക്കുന്നുണ്ട്. അതായത് അക്യുഷ് എന്ന സംഘടന ഇതിനുവേണ്ടി വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സംഘടനകളിലേക്ക് അടക്കം ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണം അതുതന്നെയാണ് പ്രാഥമികമായി നേരത്തെ SP R വിശ്വനാഥം സൂചിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നിയമപരമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടും, നിയമപരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്ന് SP തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. നിരവധി ആളുകൾ ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ ഈ സിറാജുദ്ദീൻ. എന്തായാലും അശാസ്ത്രീയമായ പ്രസവത്തിൽ യുവതി മരിച്ചിരിക്കുന്നു. 5ാമത്തെ പ്രസവത്തിലാണ്. വീട്ടിൽ വെച്ച് പ്രസവിച്ച സമയത്താണ് അവർ മരിച്ചത്.
ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അസ്മ എന്ന യുവതി വീട്ടിൽ പ്രസവിച്ചത്. അതിനുശേഷം രാത്രി 9 മണിയോടെ മരിക്കുകയായിരുന്നു. പലതവണ കരഞ്ഞ് പറഞ്ഞിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ബന്ധുക്കൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ഈ സിറാജുദ്ദീനോട് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ കൃത്യമായി ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ആശുപത്രിയിൽ അടക്കം കൊണ്ടുപോകണമെന്ന് മുൻപും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ തൻ്റെ അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇത്തരം അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നിരുമ, ശിവദാസ്, ഒരു മാധ്യമം എന്ന നിലയിൽ ഈ വിഷയത്തിൽ ജനം ടിവിയുടെ ഒരു ഇടപെടൽ കൂടി നമ്മളിപ്പോൾ പരാമർശിച്ച് പോകേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുമ്പാണ് ഇത്തരത്തിൽ വ്യാപകമായ ശരീഅത്ത് പ്രസവം നടക്കുകയും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഈ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുമുള്ള കാര്യം പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. മാത്രവുമല്ല, അക്യുഷ് എന്ന സംഘടനയെക്കുറിച്ച് പോലും പുറം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയത് നമ്മളാണ്. ഇങ്ങനെ അക്യുഷ് എന്ന സംഘടന ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ധീര വനിതകളാണ് ഇവർ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അവർക്ക് അവാർഡ് നൽകുന്ന ചടങ്ങുകളൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ട് നമ്മൾ ഈ സാമൂഹിക വിപത്ത് ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ വർഗീയമായി ജനം ടി വി ആക്രമിക്കാനാണ് ഒരു തലത്തിൽ നിന്നൊക്കെ ശ്രമമുണ്ടായത്. പക്ഷേ ജനം ടി വി പറഞ്ഞത് ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തിന്, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന്, അവരുടെ മരണത്തിലേക്ക് പോലും വഴിതെളിക്കുന്ന വിധത്തിലാണ് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ്. അപ്പോഴെങ്കിലും ഒരു മുൻകരുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാടൻ ഇത്തരത്തിലുള്ള ശരീഅത്ത് പ്രസവങ്ങൾ വീടുകളിൽ നടക്കുമായിരുന്നോ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉയരുകയാണ്. തീർച്ചയായും നിയമ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മാത്രമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. എന്ന സംഘടന അവരുടെ പ്രവർത്തനങ്ങൾ അടക്കം ചർച്ച ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നതും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളും ആണ് പ്രധാനമായും നമ്മൾ അന്ന് ചർച്ച ചെയ്തത്. അതായത് വീട്ടിലെ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ഇത്. അതായത് നിലവിലെ സിസ്റ്റത്തോട് എതിര് നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഇത്. മതപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇത് മതവിശ്വാസത്തിന് എതിരാണ്, വൈദ്യശാസ്ത്രം മതവിശ്വാസത്തിന് എതിരാണ്, ആശുപത്രികളിൽ കൊണ്ടുപോകുന്നത് വൈദ്യശാസ്ത്രത്തിന് എതിരാണ് എന്ന രീതിയിലുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആ സംഘടന മുൻപ് ചില സ്ഥലങ്ങളിൽ, പ്രത്യേക കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ആദരിക്കുന്നുണ്ട്. എല്ലാം തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. അത് ഒരാഴ്ച മാത്രം മുൻപാണ് നമ്മൾ ആ വാർത്ത നൽകിയത്. അതിനുശേഷം ആണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം കൃത്യമായി ശരിവെക്കുന്നത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. വീട്ടിലെ പ്രസവം അത് എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കേണ്ട ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ കോട്ടയ്ക്കൽ ചട്ടിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം എന്നത് വളരെ വ്യക്തമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഇല്ല എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യം കൂടിയാണെന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ 3 വർഷം മുൻപ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ ക്ലിനിക് അല്ലെങ്കിൽ അക്യുപങ്ക്ചർ പോലുള്ള ഒരു പ്രവർത്തിക്കുന്ന അംഗീകൃത വൈദ്യശാല അല്ലാത്ത തരത്തിൽ വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കാത്ത ക്ലിനിക്കുകളിൽ പോയി ഇതുപോലെ മരണം സംഭവിച്ചിട്ടുണ്ട്. മുൻപും 3 വർഷം മുൻപ് അത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്നും അത് വാർത്തയായിരുന്നു. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ മുൻപും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ ഒരു മരണം നടന്നതിന് പിന്നിൽ എന്ന് നമുക്ക് നിസ്സംശയം ഈ സംഭവത്തോടു കൂടി പറയാം. വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ പ്രതി സിറാജുദ്ദീനെ കോട്ടയ്ക്കൽ ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയാണ്. പോലീസിനൊപ്പം ഫോറൻസിക് സംഘവുമുണ്ട്. ഇവിടെ വച്ചായിരുന്നു യുവതി പ്രസവിച്ചതും തുടർന്ന് രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചതും. വിശദമായ റിപ്പോർട്ടാണ് ശിവദാസ് കന്മനം പങ്കുവച്ചത്.